ഏത് സ്ഥലങ്ങളിലാണെങ്കിലും നീ അള്ളാഹിനെ സൂക്ഷിക്കുക. തിന്മയെ നന്മ കൊണ്ട് തുടർത്തണം നീ. അഥവാ തെറ്റുകൾ സംഭവിച്ചു പോകുന്ന സമയങ്ങളുണ്ടാകും. ആ തെറ്റുകളെ മായ്ച്ചു കളയുന്ന നിലയിൽ ഒരുപാട് നന്മകൾ അതിൻ്റെ പിന്നാലെ ചെയ്യുക. എന്നിട്ട് പറഞ്ഞു വഖാലിഖിന്നാസ് ബിഖുലുഖിൻ ഹസൻ. എല്ലാ മനുഷ്യരോടും ഏതെങ്കിലും ഒരു മതവിഭാഗത്തെക്കുറിച്ചോ മറ്റോ ഒന്നുമല്ല. വഖാലിഖിന്നാസ്, നീ ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ വർത്തിക്കണം. ബിഖുലുഖിൻ ഹസൻ, എത്രത്തോളം നല്ല സ്വഭാവത്തിൽ വർത്തിക്കാൻ പറ്റുമോ നിൻ്റെ സംസാരങ്ങളും നിൻ്റെ പെരുമാറ്റങ്ങളും ഇടപാടുകളും ഒക്കെ നിനക്ക് ഏറ്റവും നന്നാക്കാൻ കഴിയണം. അഥവാ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പള്ളീൻ്റെ ഉള്ളിലോ ദീനീ സദസ്സിലോ അല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ഉറങ്ങി എഴുന്നേറ്റത് മുതൽ രാത്രി ബെഡിലേക്ക് എത്തുന്നത് വരെ അവിടെ എത്തിയാലും ദീന് ഒരാളുടെ കൂടെ തന്നെ ഉണ്ടാകണം. അതവൻ്റെ കച്ചവടത്തിനോ അവൻ്റെ മറ്റുള്ള ഇടപാടുകൾക്കോ ഒന്നും ഒരു തടസ്സമായിട്ടുണ്ടാകുന്നതുമല്ല. പക്ഷെ പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ ദീൻ ഒഴിവാക്കുകയാണ്. അതാണ് ഈ വിഷയം തിരഞ്ഞെടുത്തതും. എവിടെയാണെങ്കിലും റസൂലുള്ളാഹി പറഞ്ഞത് ഇത്തഖില്ലാഹ ഹൈസുമാക്കു, നീ എവിടെയാണെങ്കിലും അള്ളാഹിനെ സൂക്ഷിക്കണേ. യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നൊരു വസിയ്യത്താണ്. നമ്മുടെ മക്കളൊക്കെ ദൂരെ പഠിക്കാൻ പോകും, നമ്മുടെ കുടുംബം യാത്ര പോകും. ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന ക്യാമ്പസുകളിലോ മറ്റോ ഒന്നുമല്ല അവരൊന്നും തിരഞ്ഞെടുക്കുന്നത്. അവർ ഹൈസ്കൂൾ തലങ്ങളിൽ പഠിക്കുമ്പോൾ തന്നെ അവൻ്റെ ഫ്യൂച്ചറൊക്കെ അവൻ പ്ലാൻ ചെയ്ത് ഇവിടെ പഠിക്കണം എന്തൊക്കെ എല്ലാവർക്കും ഉണ്ടാകും. നമ്മുടെ കണ്ണെത്തുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും. അവരോടൊക്കെ നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ളൊരു ഉപദേശം, മോനും മോളും എവിടെ എത്തിക്കഴിഞ്ഞാലും നീ അള്ളാഹുവെ സൂക്ഷിക്കണേ. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ യാത്ര പോകുമ്പോഴും പറയുന്നത്, നിങ്ങൾ അള്ളാഹിനെ എപ്പോഴും സൂക്ഷിക്കണേ. സവ്വദകല്ലാഹു തഖ്വ, തഖ്വ നിങ്ങൾക്ക് ഈ യാത്രയിൽ, സവ്വദകല്ലാഹ്, ഈ യാത്രയിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന മുതലായിട്ട് തഖ്വ പടച്ചോ നിങ്ങൾക്ക് നൽകട്ടെ. നബിയെ, ഞാൻ യാത്ര പോകുകയാണ്, എനിക്കൊരു ഉപദേശം എന്താ? അപ്പോൾ പറഞ്ഞത്, നീ യാത്രയിലാണല്ലോ, പല സാഹചര്യങ്ങളും പല കൾച്ചറും ഒക്കെ ഉണ്ടായിരിക്കും. ആ സമയത്ത് നിൻ്റെ കൂടെ ഉണ്ടായതേ വതസവ്വദു, നിങ്ങൾ യാത്രക്ക് പോകുമ്പോൾ നിങ്ങൾ പാഥേയം ഒരുക്കണം, യാത്രയിലെ വസ്തുക്കളൊക്കെ നിങ്ങൾ ഒരുക്കണം. എന്നിട്ട് പറഞ്ഞു വഖൈറുസ്സാദി അത്തഖ്വ, ഖുർആൻ്റെ വാക്കാണ്. നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, നിങ്ങൾ പരിചയമില്ലാത്തൊരു നാട്ടിൽ, പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്, എവിടേക്ക് നിങ്ങൾ പോകുകയാണെങ്കിലും യാത്രയിൽ നിങ്ങളുടെ കൈമുതലായിട്ട് തഖ്വ നിങ്ങളുടെ കൂടെ വേണേ. ഇതാണ് പഠിക്കാൻ പോകുന്ന മക്കളും ജോലിക്ക് പോകുന്ന ആളുകളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ ഏത് വിഷയങ്ങളിലും എൻ്റെ കൂടെ പടച്ചോനുണ്ടാകും, എൻ്റെ കൂടെ ദീനുണ്ടാകണം എന്ന ഒരു ബോധം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകുക. അതാണ് ഓരോന്നും നമ്മൾ പരിശോധിക്കേണ്ടത്. അത് തുടങ്ങേണ്ടത് അല്ലേ, സ്വന്തമായി തുടങ്ങണം. വഖാലിഖിന്നാസ് ബിഖുലുഖിൻ ഹസൻ, ഏറ്റവും നന്നായി നീ ആൾക്കാരോട് പെരുമാറാൻ പഠിക്കണം. പലർക്കും അത് അറിയുന്നില്ല. ഭയങ്കര നിസ്കാരമൊക്കെയാണ്, നിസ്കാരത്തിലൊക്കെ ഒന്നാമത്തെ സൊഫിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്, ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കുന്നതിൻ്റെ മുമ്പിലുണ്ട്, എല്ലാടെയും ദീനീ രംഗത്ത് മുമ്പിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, അയാളല്ലേ നിങ്ങളെ വലിയ ആൾ, അയാളെപ്പറ്റി പറയണ്ട. തൊള്ള തുറന്ന ഒരാൾക്ക് അടുത്തേക്കാൻ പറ്റൂല അല്ലേ, അയാളെ ഫോൺ എടുക്കൂല, അയാൾ ആരെ വിളിച്ചാലും ഫോൺ എടുക്കൂല, അയാൾ വിളിക്കുമ്പോൾ സ്പെഷ്യൽ റിംഗ് ടോൺ ആയിരിക്കും, ഡേഞ്ചറുണ്ട്. കാരണം അങ്ങനത്തേതാണ് നാവിന്ന് പുറത്തേക്ക് വരിക. നമ്മളാ പേരിലാകുന്നുണ്ടോ നമ്മളെപ്പോഴും പരിശോധിക്കുക. എന്തുകൊണ്ടാണ് എൻ്റെ ഫോൺ അവരൊന്നും എടുക്കാത്തത്? അത് അവരെ കുറ്റാണോ? അതല്ല, എൻ്റെ നാവിന്ന് വരുന്ന സംസാരങ്ങൾ അങ്ങനെയാണ്. താല്പര്യമില്ല, നിൻ്റെ ഒരു മെസ്സേജ് വായിക്കാൻ താല്പര്യമില്ല, നിൻ്റെ ഒരു ഫോൺ എടുക്കാൻ താല്പര്യമില്ല. നീ ഭയങ്കര നിസ്കാരം ഖുർആനൊക്കെ നിൻ്റെ ഒരു ഭാഗത്തൊക്കെയാണ്, പക്ഷെ എനിക്ക് തൊള്ള തുറക്കാൻ അറിയില്ല, ഒരുത്തനോട് അങ്ങനെ സംസാരിക്കണം എന്നറിയില്ല. 10 മിനിറ്റ് നിൻ്റെ അടുത്തേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ സന്തോഷവും നീ കെടുത്തിക്കളയും. ഒരു യാത്രയിൽ നിന്നെ കൂടെ ഒരു മനുഷ്യൻ കൊണ്ടുപോകൂല, ആ യാത്ര നീ ഒന്നും അല്ലാതാക്കി കളയും. ഒരു കുടുംബ സദസ്സിൽ നിന്നെ ആരും വിളിക്കണില്ല, എല്ലാവർക്കും നെഗറ്റീവാണ് നീ കൊടുക്കുന്നത്. ഒരു മനുഷ്യരോട് പെരുമാറാൻ അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഇയാൾ നിസ്കരിച്ചിട്ട് എന്താ?
അല്ലേ? നിങ്ങളെ ഞാൻ ഒരുപാട് ഞാൻ തന്നെ കൽപ്പിച്ചതുണ്ട് റസൂലെ, ഒരുപാട് നിസ്കരിക്കുന്ന, ഒരുപാട് നോമ്പെടുക്കുന്ന, ഒരുപാട് ദാനം നൽകുന്ന, രാത്രി തഹജ്ജുദ് പോലും മുടക്കാത്ത ഒരാൾ, ഒരു പെണ്ണ്, അയൽക്കാരിയെ വല്ലാതെ അടങ്ങാറാക്കുന്ന പെണ്ണാണ്. ഈ ഹദീസിന് ഒരു പെണ്ണ് മാത്രമല്ല, ആണും പെണ്ണൊക്കെ വരും. സംസാരം എങ്ങനെയാണ്? എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു പെണ്ണ. കാല ഹിയ ഫിന്നാർ, ഉള്ള നരകത്തിലാണ്. ഈ ഒരു ഇബാദത്തും പ്രിയപ്പെട്ടവരെ നമ്മുടെ തലേൻ്റെ മുകളിലേക്ക് ഉയരൂല, നമ്മളെ സ്വഭാവങ്ങൾ ശരിയല്ല എങ്കിൽ. അതുകൊണ്ടാണ് ഏറ്റവും നല്ല കൂലിയും പഠിച്ചവും കൊടുക്കുന്നത്. നിങ്ങൾ ഒറ്റരോട് സംസാരിക്കുമ്പോൾ, നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഖാലിഖിന്നാസ് ബിഖുലുഖിൻ ഹസൻ, ഏറ്റവും നല്ല രീതിയിൽ സംസാരിക്കാൻ നമുക്ക് കഴിയണം, എപ്പോഴും കഴിയണം. ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് 10 മിനിറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് ഒരു 15 മിനിറ്റും 20 മിനിറ്റും അരമണിക്കൂറും നമ്മുടെ കൂടെ ഇരിക്കാൻ തോന്നുന്ന രീതിയിൽ അയാളെ കേൾക്കാനും, അയാളെ പരിഗണിക്കാനും, അയാളെ തലോടാനും, മുതിർന്നവരാണെങ്കിൽ ബഹുമാനിക്കാനും, മക്കളാണെങ്കിൽ കരുണ കാണിക്കാനും. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങളും ഒന്ന് കേട്ടുകൊടുത്താൽ തന്നെ തീരുന്നതുണ്ടായിരിക്കും. അതിലേക്കെങ്കിലും നമ്മൾ എത്തണം. പള്ളിയും സെൻറ്ററും അത്തരം ദീനീ സദസ്സുകളിലും മാത്രമല്ല, നമ്മൾ വ്യക്തിപരമായിട്ട് എൻ്റെ സംസാരങ്ങളും എൻ്റെ പെരുമാറ്റങ്ങളും നല്ലതാണോ എന്ന് ഓരോ സ്ഥലത്തും പരിശോധിക്കുക. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അക്മലുൽ മുഅ്മിനീന ഈമാന, ഒരാളുടെ ഈമാൻ പൂർത്തിയാകുന്നത് ഈ ഇബാദത്ത് കുറേ ചെയ്യുമ്പോഴൊന്നല്ല, അഹാസിനിക്കും അഖ്ലാഖ, നിങ്ങളുടെ സ്വഭാവം നന്നാകുമ്പോഴാണ്. നമ്മൾക്ക് ഈമാനങ്ങ് പൂർത്തിയാകുന്നത് നമ്മളെ പെരുമാറ്റം നന്നാകുമ്പോഴാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വ അന ഖൈറുക്കും ലി അഹ്ലി വ അന ഖൈറുക്കും ലി അഹ്ലി. വേറെ ഹദീസ് കാണാം, ഖൈറുക്കും ലി നിസാഇ, നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആണെന്ന് പറയുന്നത് തൻ്റെ ഭാര്യയോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ വർത്തിക്കുന്ന ഒരാളാണ്. നാട്ടുകാരോടും ഓഫീസിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ബഹുമാനം ലഭിക്കുന്ന ആളോ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളോ ഒന്നുമല്ല. നിങ്ങളിൽ ഏറ്റവും നല്ല ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഭാര്യയോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ വർത്തിക്കുന്ന ആളാണ്. അവർക്കാ പറയാൻ കഴിയുക ഇയാൾ എങ്ങനെയാണെന്നുള്ളത്, അല്ലേ? എല്ലായിടും നല്ലതായിരിക്കും, വീട്ടിലൊന്നിനും പറ്റില്ല, പേടിയായിരിക്കും. ഇയാൾ വീട്ടിൽ കയറി വരുന്നു, ഉപ്പാന് ഇഷ്ടമില്ലാത്ത മക്കളുണ്ട്, ഉപ്പാൻ്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആകരുത്. നമ്മുടെ ഇഷ്ടമായിരിക്കണം. ഇതേപോലെ തന്നെ ലേഡീസിനോട് പറഞ്ഞില്ലേ, അല്ലെ? സ്ത്രീകളോട് പറഞ്ഞു, നിന്റെ സ്വർഗം ഇന്നഹു ജന്നതുക്, നിന്റെ സ്വർഗം നിന്റെ ഭർത്താവാണ്. ഇന്നഹു നാറുക്, നിന്റെ നരകം നിന്റെ ഭർത്താവാണ്. അഥവാ ഒരു പെണ്ണ് മരിക്കുന്ന നേരത്ത് അത്രയും നല്ലൊരു പെണ്ണാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, ആ മരിക്കുന്ന സമയത്ത് ഭർത്താവിന് നിന്നെക്കുറിച്ചൊരു തൃപ്തിയായിരിക്കും, അള്ളാഹ് അത്ര ഇഷ്ടമായിരിക്കും, നിന്റെ സ്വർഗാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വ്യക്തിപരമായി നമ്മുടെ കുടുംബത്തിലായിരിക്കണം ആദ്യം ഉണ്ടാകേണ്ടത്. അതേപോലെ തന്നെ, അല്ലേ, നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും നമ്മുടെ മക്കളോടും എല്ലാം ഒക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അത് തന്നെയാണ് എൻ്റെ ഓരോ വാക്കിലും ആമുഖം. നിസ്കരിക്കാൻ കൈകെട്ടിയാലും പള്ളിയിൽ കയറി കഴിഞ്ഞാലും അത്തരം ആളുകളുടെ കൂട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലൊക്കെ വലിയ ദീനി സ്പിരിറ്റ് കാണിക്കുന്ന ആൾക്കാർ ഉമ്മാനോടും ഉപ്പാനോടും ഒക്കെ നിങ്ങൾ പെരുമാറണം എന്ന് പോലും അറിയൂല. പേടിയാണ് ചില ഉമ്മാക്കും ഉപ്പാക്കൊക്കെ മക്കളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. 2-3 കുട്ടികളൊക്കെ ഉണ്ടാകും. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തർക്കമാണ്, അവർ കേൾക്കുകയാണ് ആരാണ് ഉമ്മാനെയും കൊണ്ടുപോകേണ്ടത്, ആരാണ് ബാപ്പാനെയും കൊണ്ടുപോകേണ്ടത്. അവർ നമ്മൾ ആ വാശി ബാപ്പ ഉമ്മ കേൾക്കുന്നുണ്ട്, അല്ലേ? മരുന്നിന് കുറിക്കുമ്പോൾ ഒരു മാസത്തെ പറഞ്ഞാലും 10 ദിവസമേ വാങ്ങാൻ തോന്നുന്നുള്ളൂ. മക്കളെ മുമ്പിൽ കൈനീട്ടുമ്പോൾ പേടിയാണ്. ആ കൈനീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ വരെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അഭിമാനത്തോടുകൂടി പറയും, ഈ സമുദായത്തിൽ വൃദ്ധസദനങ്ങളും മറ്റൊന്നും ഇല്ല എന്നൊക്കെ പറയും. ഒരുപാട് താമസിക്കൊന്നും വേണ്ട. ഇന്ന് കാണുന്നില്ലേ, കൊല്ലാൻ തുടങ്ങി, ഉമ്മാനെ കൊല്ലുന്ന എത്ര കേസുകൾ, അല്ലേ? മലപ്പുറം ജില്ലയിലൊക്കെ എത്ര കേസുകൾ വരുന്നു. മറ്റുള്ള ഓരോ ജില്ലകളിൽ എടുത്തു നോക്കിയാൽ മതി. ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ ഇഷ്ടം പോലെ പണം ചോദിക്കുമ്പോൾ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടും ചീത്ത വിളിയൊന്നും മാത്രമൊന്നല്ല, കൊന്നത് ഉമ്മാനെ മാത്രമാണെങ്കിൽ ബാപ്പാനെ കിട്ടിയ ബാപ്പാനെ കൊല്ലും, മക്കളെ കൊല്ലും. എല്ലാവരെയും മറന്നു പോവാണ്. എല്ലാവരെയും മറന്നു പോകുന്ന രീതിയിലാണ് ഓരോരുത്തരുടെ പെരുമാറ്റം ഉണ്ടാകുന്നത്. നമ്മൾ നോക്കണം, നമ്മളെ വീട്ടിൽ 2 ഡോറ് പടച്ചോൻ തന്നിട്ടുണ്ട്, സ്വർഗത്തിലേക്കുള്ള 2 ഡോറ്. ഉമ്മ ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ
നമ്മൾ മനസ്സിലാക്കിക്കോ, പടച്ചോ നമ്മൾക്കെന്ന 2 ഡോറാണത്. ആ ഡോറിൽ ഒരാളങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വാതിലിലൂടെ സ്വർഗത്തിൽ പോകാൻ കഴിയൂല. എപ്പോഴും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പൊരുത്തം വാങ്ങാൻ പറ്റുന്ന മക്കളായിട്ട് നമ്മൾ മാറണം. എല്ലാവരും ഇഷ്ടവും ബഹുമാനമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ നമ്മളോടുള്ള സമീപനം എങ്ങനെയാ അല്ലേ? റസൂലുള്ളാഹി പിന്നെ റസൂലുള്ളാഹിയുടെ സദസ്സിൽ ദീന് കേട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറയുന്നില്ലേ, നീ മരിക്കുന്നത് വരെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്താലും വല ബിസഫ്റത്തി വാഹിദ, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി ശ്വസിച്ച ഒരു ശ്വാസത്തിൻ്റെ പോലും പകരാകുന്നില്ല. ഉപ്പയെക്കുറിച്ച് പറഞ്ഞില്ലേ, അൽ വാലിദ് ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗത്തിൻ്റെ മിഡിൽ അല്ലെങ്കിൽ ഏറ്റവും പദവിയുള്ള ശ്രേഷ്ഠമായ ഡോറെന്ന് പറയുന്നത് ഉപ്പയാണ്. ഉപ്പാനെക്കുറിച്ച് ഒരുപാടൊന്നും കേൾക്കുന്നില്ല. ആ ഉപ്പയെ പരിഗണിക്കുന്ന മക്കളാകണം. ആൺകുട്ടികൾ പ്രത്യേകിച്ച് അകന്നു പോകും നമ്മുടെ ഉപ്പയിൽ നമ്മൾ തന്നെ. നമ്മുടെ മക്കൾ നമ്മളിൽ നിന്ന് അകലുന്നത് പോലെ എൻ്റെ ഉപ്പയോട് എനിക്ക് പറയാൻ കഴിയണം എനിക്ക് ഉപ്പാനോട് ഇഷ്ടമുണ്ട് എന്നുള്ളത്. എൻ്റെ ഉപ്പാക്ക് തോന്നണം, എൻ്റെ ഉമ്മാക്ക് തോന്നണം. ഇത് സ്വന്തം വീട്ടിൽ പ്രിയപ്പെട്ടവരെ ഈ നിലയിൽ നമ്മുടെ ദീന് അറിയിക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മുടെ മക്കൾ, നിങ്ങൾ ഖുർആൻ നോക്കൂ, ഒരുപാട് ദുആ ഖുർആനിലുണ്ട്. പക്ഷേ ഒരു ദുആക്ക് മാത്രമേ കണ്ടീഷനുള്ളൂ. ഒരു ദുആക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. അത് ഉത്തരം കിട്ടണമെങ്കിൽ മക്കൾ ഉമ്മക്കുപ്പക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദുആ, റബ്ബി റഹംഹുമാ, അല്ലാഹുവേ എൻ്റെ ഉമ്മക്കും എൻ്റെ ഉപ്പക്കും നീ കരുണ കാണിക്കണേ. ദുആ അങ്ങനെ അവസാനിക്കുന്നില്ലല്ലോ. ഇനി കണ്ടീഷനാണ്, കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ അവരെനിക്ക് എന്നോട് കാണിച്ച ആ തർബിയത്തിനനുസരിച്ചിട്ട്. കാണിച്ചില്ലെങ്കിലോ? നമ്മുടെ ഉമ്മ ഉപ്പ നമ്മളോട് കാണിച്ചില്ലേ, നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇത് കൊടുക്കണില്ല, ഈ ദുആ പിന്നെ എങ്ങനെയാ കിട്ടുക? മക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദുആ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് കിട്ടണമെങ്കിൽ ആ തർബിയത്ത് അവർക്ക് കൊടുത്തിരിക്കണം. അതാ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് സൂറത്തുൽ ലുഖ്മാനിലെ ചില വചനങ്ങളാണ്. സൂറത്തുൽ ലുഖ്മാനിൻ്റെ 2-ാമത്തെ പേജ് ഉണ്ട്. ഒരു ഉപ്പ മക്കൾക്ക് നൽകുന്ന കുറേ ഉപദേശങ്ങളാണത് അല്ലേ? മക്കളോട് പ്രത്യേകമായി വിളിച്ചിട്ട് പറയുന്നു, ഷിർക്ക് നീ ചെയ്യരുത്, അള്ളാഹുവിൽ ആരെയും നീ പങ്കു ചേർക്കരുത്. ആര് നിർബന്ധിച്ചാൽ പോലും അത് ചെയ്യാൻ പാടില്ല, മാതാപിതാക്കളാണെങ്കിൽ പോലും അല്ലേ? എന്നിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, അഥവാ യാ ബുനയ്യ ഇന്നഹ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറ ഔ ഫി സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. ദീൻ എന്ന് പറയുന്നത് കേവലം പള്ളിയിലൊന്നല്ല. നീ എവിടെയാണെങ്കിലും ഒരു കടുകുമണിയോളം ഏതെങ്കിലും ഒരു കാര്യം നീ പാറക്കെട്ടി ആകാശഭൂമിക്കിടയിൽ നീ എവിടെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹ് അത് കൊണ്ടുവരുട്ടോ. നീ എല്ലാ സ്ഥലത്തും നീ അള്ളാഹനെ നോക്കണം. എവിടെയും നീ പെരുമാറ്റങ്ങൾ നീ അള്ളാഹനെ സൂക്ഷിക്കണം. പടച്ചോൻ പുറത്തു കൊണ്ടുവരും. കാരണം അള്ളാഹ് നിഗൂഢമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, അറിയുന്നവരുമാണ്. എന്നിട്ട് പറയാ, യാ ബുനയ്യ, മോനെ അഖിമിസ് സ്വലാത്ത്, നീ നിസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫ്, എന്നിട്ട് പറയാ നീ നന്മ പറഞ്ഞു കൊടുക്കണം. വൻഹ അനിൽ മുൻകർ, നീ തെറ്റുകളെ വിരോധിക്കണം. പിന്നെ പറയുന്നതോ വസ്ബിർ അലാ മാ അസ്വാബക്, നിനക്ക് ബാധിക്കുന്ന വിഷയങ്ങളിൽ നീ ക്ഷമിക്കണം. എടുത്ത് ചാടണം, പ്രതികാരം ചെയ്യണം, കൊല്ലണം, വെട്ടണം, നുറുക്കണം എന്നല്ല ഒരു മുസ്ലിമിനോട് പറയുന്നത്. നീ ക്ഷമിക്കണം. ഇന്ന ദാലിക് മിൻ അസ്മിൽ ഉമൂർ, അതൊരിക്കലും ഒരു മുസ്ലിം ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഷയമാണ്. എന്നിട്ട് വീണ്ടും പറയാ, വല തുസഇർ ഖദ്ദക ലിന്നാസ്, നീ ആളുകളോട് കവിള് കൊട്ടരുത്. വല തംശി ഫിൽ അർദി മറഹ, കിബിറോടെ നീ ഭൂമിയിൽ നടക്കരുത്. നിങ്ങൾ നോക്ക്, കേവലം അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ച് നിസ്കാരം നടത്തി സക്കാത്ത് കൊടുത്ത് നോമ്പെടുത്ത് ഹജ്ജ് ചെയ്ത് അങ്ങനെ കുറേ പുണ്യങ്ങൾ ചെയ്യലല്ല ഇസ്ലാം. ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇത് വേണം. എത്രത്തോളം ദീനുണ്ട്. വല തുസഇർ ഖദ്ദക ലിന്നാസ്, ആൾക്കാരോട് നീ കവിള് കൊട്ടരുത്. എൻ്റെ കയ്യിൽ കാശുണ്ടാകുമ്പോൾ ഇവരൊന്നും എൻ്റെ കൂടെ ഇരിക്കേണ്ടവരല്ല, എൻ്റെ കൂടെ സംസാരിക്കേണ്ടവരല്ല, ഞാൻ അവൻ്റെ കൂടെ ഒന്നും പോകൂല. നമുക്ക് തോന്നലുണ്ട് പ്രിയപ്പെട്ടവരെ. മയ്യത്ത് ചുമക്കാൻ നിൻ്റെ ആ കോട്ടും സൂട്ടും ഇട്ട ആളുകളെല്ലാം ഒരുപക്ഷെ ഉണ്ടാകുക, ഖബറിലേക്ക് ഇറങ്ങാൻ അവരെല്ലാം ഉണ്ടാകുക. സാധാരണക്കാരായ ആളുകൾ, നിന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാത്ത ആളുകൾ. നീ പലപ്പോഴും അവരെയാ അവഗണിക്കുന്നത്, അവരെയാ തട്ടിമാറ്റുന്നത്. അറിവുണ്ടാകുമ്പോഴും പണമുണ്ടാകുമ്പോഴും സൗകര്യമുണ്ടാകുമ്പോഴും നമുക്ക് ചിലർക്കൊന്നും ചിലരെ പിടിക്കൂല. അത് മറ്റവർക്ക് അറിയാത്തതുകൊണ്ടൊന്നല്ല, നീ അവനെ അവഗണിക്കുന്നത് അറിയാഞ്ഞിട്ടൊന്നുമല്ല.
നിനക്ക് ഇസ്ലാം ഇല്ലാത്തതുകൊണ്ടാ. ജാഹിലിയത്ത് ഇപ്പോഴും നിന്നിലുണ്ട്. തറവാടിത്തം എന്ന പേരും മറ്റുള്ള ചില കാര്യങ്ങളും നിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാ നീ ആൾക്കാരോട് കവിള് കൊട്ടി നടക്കുന്നത്. അതുകൊണ്ട് അള്ളാഹ് പറയുന്നു, വല തംശിഫിൽ അർദി മറഹ, നീ കിബറോടെ ഭൂമിയിൽ നടക്കല്ലേ. ആളുകളെയൊക്കെ അവഗണിച്ചിട്ട് ഇതൊന്നും എൻ്റെ കൂടെ ചേരുന്നതല്ല അല്ലേ. നീ എത്ര കിബറോടുകൂടി നടന്നാലും ഭൂമിയെ പിളർത്താനും നിനക്ക് കഴിയൂല, ആകാശം തൊടാനും നിനക്ക് കഴിയൂല. നീ ഒരു പുഴുവിൻ്റെ അത്ര പോലും ഒരു വില നിനക്കില്ല, അത്ര സ്ഥാനം നിനക്കില്ല, കഴിവ് നിനക്കില്ല. ഒരു പനി വന്നാൽ തളർന്ന് വീണു പോകുന്നൊരു മനുഷ്യനാണ് നീ. ആ നമ്മളാ അഹങ്കാരത്തോടെ പുച്ഛത്തോടെ ആളുകളെ കാണുന്നത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അള്ളാഹ് ദുരഭിമാനികളായ പൊങ്ങച്ചം പറയുന്നവർ, രണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, പൊങ്ങച്ചം പറയുന്നവർ, ദുരഭിമാനം നടിക്കുന്നവർ. ഉപ്പ ഉമ്മക്കലെ, എൻ്റെ മക്കളങ്ങനെ, എൻ്റെ കുടുംബം ഇതാണ്, ഞങ്ങളവരാണ്, ഞങ്ങൾ പണ്ടേ ഇങ്ങനെ. നീ എന്താടോ മരിച്ചാൽ നിന്റെ ഖബറ് നിന്റെ കുറേ പണക്കാരെ കൂട്ടത്തിലല്ല. ഒന്ന് തുക്കുബയിലും തമാമിലൊക്കെ പോയി കാണ്. കുറേ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. നിന്നേക്കാൾ ആഡംബരങ്ങളിൽ ജീവിച്ചവർ, നിന്നേക്കാൾ പൊങ്ങച്ചം പറഞ്ഞവർ, പ്രൗഢി നടന്നവർ ഇന്ന കബീലയും ഇന്ന തറവാട്ടുകാരും ഒക്കെയാണ് നിന്റെ പണിക്കാരൻ്റെ തൊട്ടപ്പുറത്തെ ഖബറില അല്ലേ നീയും കിടക്കുന്നത്. പണിക്കാരനെന്നോ പണക്കാരനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഒരേ മണ്ണിലാണ്, ഒരേ പുഴുക്കൾ തന്നെയാ എല്ലാവരും വരുന്നത്. കുറച്ച് കൊല്ലം നമ്മൾ കാണിക്കുന്ന ഒരു അഹങ്കാരമാണിത്. എന്നിട്ട് അള്ളാഹ് പറയാ, നിന്റെ ദീൻ എവിടെയൊക്കെ വേണം, നിന്റെ നടത്തത്തിൽ നീ ഒരു മിതത്വം പാലിക്കുക. നിങ്ങൾ നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ ആയത്തുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹ് ഇട്ട് തരിക അല്ലേ. അലി അള്ളാഹുവിന് പറഞ്ഞ എത്ര സത്യമാണ്. പടച്ചോൻ്റെ സംസാരം നിനക്ക് കേൾക്കണോ, അള്ളാഹ്ക്ക് നിന്നോട് എന്തെങ്കിലും പറയണം നിനക്ക് കേൾക്കണോ, നീ ഖുർആൻ എടുത്ത നോത്. പള്ളി കയറുമ്പോൾ അൽക്കഫ് ഓതി മടക്കി വെക്കുന്ന ആളുകൾ അല്ലേ, പള്ളി കയറുമ്പോൾ സുബ്ഹാനല്ലാഹ് പോകുന്ന ആളുകൾ, ഉംറക്ക് പോകുമ്പോൾ കുറെ ഭക്തി കാണിക്കുന്ന ആളുകൾ. ഈ ആയത്തും നമ്മുടെ ജീവിതവും ഇസ്ലാമും നമ്മുടെ ജീവിതവും എവിടെ, നിന്റെ നടത്തത്തിന് പോലും ഇസ്ലാം വേണം. നീ വിനയം കാണിച്ച് നടക്ക്. സൗത്ത്, നിന്റെ ശബ്ദമൊന്ന് താഴ്ത്ത്. എല്ലാവരോടും നീ ആക്രോശിക്കുകയാണ്, നിന്നോട് ആർക്കൊന്നും പറഞ്ഞൂടാ അല്ലേ. നീ വലിയ പുതിയവരാണ് എത്രയാണെങ്കിലും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ സദസ്സിലല്ലാത്ത പുറത്തുനിന്ന് ആൾക്കാർ കാണാൻ വരും. അവർ ചോദിക്കലുണ്ട് അത്രേ, മൻ മിൻകും മുഹമ്മദ്, മൻ മിൻകും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ മുഹമ്മദ് എന്ന്. ആർക്കും അറിയുന്നില്ല. അള്ളാഹിൻ്റെ റസൂൽ ഇരുന്നാൽ അറിയുന്നില്ല റസൂൽ ആരാ, സഹാബികൾ ആരാന്ന് അറിയുന്നില്ല. അതാണ് വിനയം എന്നൊക്കെ പറയുന്നത്. വസ്ത്രത്തിൻ്റെ മേലെ വേറെ വസ്ത്രം ധരിച്ച് പ്രത്യേകം പദവികളെടുത്ത്, ഇതൊന്നുമല്ല. ഇതൊക്കെ നമ്മൾക്ക് താനെ ഉണ്ടാകുന്നതാണ്. നമ്മൾ പറഞ്ഞു ഞാൻ അങ്ങനെയാണ്, എൻ്റെ ഉപ്പ ഇങ്ങനെയാണ്, എൻ്റെ തറവാട്ടിൽ അതുണ്ട്, ഞങ്ങൾ ഇന്ന കുടുംബം. ഇതൊക്കെ എന്തിനാണെന്നറിയോ, ഇന്നാക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹിന്റെ അടുക്കൽ തഖ്വയുള്ളവരാണ് ഏറ്റവും മാന്യന്മാർ. ഞങ്ങൾ ഇന്ന കുടുംബക്കാരും, കുടുംബത്തിൻ്റെ മോശമായിട്ടൊന്നല്ല, അതൊക്കെ പ്രൗഢിക്കും പൊങ്ങച്ചത്തിനുമാണെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ ഒന്നുമില്ല. കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിന്റെ കുടുംബത്തിനൊക്കെ ഒരു വിലയുള്ളൂ. ഒരു കർമ്മം ഇല്ലാതെ, ഒരു നന്മയില്ലാതെ നീ ഈ നിലക്കാണ് അല്ലേ. ഏറ്റവും മോശപ്പെട്ട സദ്യയെക്കുറിച്ച് പറഞ്ഞില്ലേ, ഇതുപോലെ കല്യാണ സദ്യയാണ് സദ്യകളിൽ ഏറ്റവും മോശപ്പെട്ടത്. എന്തുകൊണ്ടാ? അവിടെ ഫക്കീറുമാർ തടയപ്പെടും, പണക്കാർ ക്ഷണിക്കപ്പെടും. ഒരു ദിവസം 4 കല്യാണി പണക്കാരനുണ്ട്, അയാൾക്ക് ചോറിനെന്നാൻ പറ്റൂല, അത്ര അസുഖമുണ്ട് തിന്നിട്ട്. അയാളെ തന്നെയാണ് പിന്നെയും ക്ഷണിക്കുക. പക്ഷെ പാവങ്ങളെ നീ നിൻ്റെ വീട്ടിൽ നിന്ന് അവഗണിച്ചിട്ടുണ്ട്. നീ വെക്കേഷൻ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാലും ഇവിടെയാണെങ്കിലും നീ എപ്പോഴും ഭക്ഷണം കൊടുക്കുന്ന മറ്റൊക്കെ ഏത് ഫുഡ് കഴിക്കണം എന്ന് അറിയാത്തല്ലേ, കഴിച്ച് മടുത്ത ആൾക്കാർക്ക്. പാവങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗത്തേക്ക് നീ പരിഗണിക്കുന്നില്ല. നമ്മളൊക്കെ ഒരു സത്യമുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ യതീമിനെ സഹായിക്കുന്നുണ്ട്, നമ്മൾ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, നമ്മൾ മിസ്കീന്മാരെ പരിഗണിക്കുന്നുണ്ട്. എപ്പോഴാണെന്നറിയോ, ഒരുത്തം വന്ന് ചോദിക്കുമ്പോൾ കണ്ടറിഞ്ഞിട്ട് മനസ്സറിഞ്ഞിട്ട് തേടിപ്പിടിച്ച് ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇതാ എന്ന് പറയാൻ നമ്മൾ എത്ര ആൾക്കാരുണ്ട് അല്ലേ. എത്ര വ്യത്യാസമുണ്ട് അത് രണ്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ നടത്തത്തിലൊന്നും ഒരിക്കലും കിബർ ഉണ്ടാകരുത്. അതേപോലെ മിതത്വം പാലിക്കേണ്ടതുണ്ട്. മിൻ സൗത്തിക്, നിന്റെ ശബ്ദം ഒന്ന് താഴ്ത്തേണ്ടതുണ്ട്. എല്ലാവരെക്കാളും ഉയരത്തിൽ എൻ്റെ ശബ്ദം എന്ന രീതിയിലല്ല, മറിച്ച് പറയുന്നത് റസൂലുള്ളാഹിയുടെ സംസാരങ്ങളൊക്കെ അങ്ങനെയാണ്. ആൾക്കാർക്ക് ഇത് പെറുക്കിയെടുത്ത് മനസ്സിലാക്കാൻ കഴിയും. അത് മനസ്സിലാക്കും.
തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. അത്രയും വെറുപ്പാണ് അല്ലേ? ആ പ്രശ്നം തീർന്നാൽ ഈ പറഞ്ഞത് അങ്ങനെ തന്നെ ബാക്കിയുണ്ടാകും. ഇന്ന അൻകറൽ അസ്വാത് ലസൗത്തുൽ ഹമീർ. ഏറ്റവും വെറുക്കപ്പെട്ട ശബ്ദമെന്ന് പറയുന്നത് അത് കഴുതയുടെ ശബ്ദമാണ് എന്ന് അള്ളാഹ് പറയാം. നിന്റെ അടുത്ത് വന്നു, നിന്നെ പ്രയാസപ്പെടുത്തി, നിന്റെ ജീവിതത്തിൽ നീ ഇസ്ലാം കാണിക്കണം, മൗനം പാലിച്ചുകൊണ്ടും ക്ഷമ കാണിച്ചുകൊണ്ടും. ഒരു ഭാഗം അങ്ങനെ ഇടപാടുകളിലാണ് പിന്നെ തീരെ ഇസ്ലാമില്ലാത്തത്. ഇടപാടുകളിൽ തീരെ ഇസ്ലാമില്ല അല്ലേ? കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്, അതേപോലെ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നുണ്ട്, തൊഴിലാളികളെ പിന്നെ ഒരുപാട് തൊഴിലാളികൾ കീഴിലുണ്ട്. നമ്മൾ നല്ല സുഖത്തിൽ ജീവിക്കുന്നുണ്ട്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, പിന്നെയും കമ്പനി വികസിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. 10ഉം 15ഉം 100ഉം തൊഴിലാളികൾ ഒരുപക്ഷെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവർക്കൊന്നും സാലറി കൊടുക്കണില്ല. ഈ സാലറി ഒക്കെ പകുതി പിടിച്ചു വെച്ച് വേറൊരിടത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത മുതലാളിമാരുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കച്ചവടം ഇല്ല, നമുക്ക് കമ്പനിക്ക് പിന്നെ ലാഭം കുറവാണ്, അതുകൊണ്ട് ഒന്നുമല്ല. അള്ളാഹു നമ്മളോട് പറഞ്ഞ നീ മുസ്ലിമായിട്ട് നിന്റെ നിസ്കാരം നിന്റെ തലക്ക് മുകളിലേക്ക് ഉയരണമെങ്കിൽ ഹക്കായിട്ട് അത് അതേ സമയത്ത് തന്നെ അല്ലേ, സക്കാത്തിനെ പോലെ കൊടുക്കേണ്ട ആ സമയത്ത് തന്നെ നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിയുമ്പോഴാണ് നമ്മുടെ ഇബാദത്തുകൾ പോലും അള്ളാഹിന്റെ അടുക്കലേക്ക് ഉയരുന്നത്. ഞാൻ തൊഴിലാളിയാണ്, എനിക്ക് തോന്നിയതുപോലെയല്ല, മറിച്ച് എനിക്ക് സാലറി നൽകുന്നത്, എനിക്ക് ആനുകൂല്യം നൽകുന്നത് ഇന്നതിനൊക്കെയാണ് എന്ന് നമ്മൾക്ക് നിയമമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പ്രിയപ്പെട്ടവരെ അത് കൃത്യമായി പാലിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരാളിങ്ങനെ എവിടുന്നോ വന്ന് അമ്പേറ്റു മരിച്ചു. ആരാണ് അമ്പെയ്തതെന്ന് അറിയുന്നില്ല, അയാൾ മരിച്ചു. ആ സമയത്ത് സഹാബികളൊക്കെ പറഞ്ഞു, ഹനി അല്ലഹു ഇലൽ ജന്ന, അയാൾക്ക് സ്വർഗാണ്. ഇവിടുന്ന് വന്നൊരു അമ്പെയ്ത് കൊല്ലപ്പെട്ടല്ലേ, സ്വർഗം ഉറപ്പാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, അങ്ങനെ വരട്ടെ. ആര് പറഞ്ഞു അദ്ദേഹം സ്വർഗാണെന്ന്? വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, അഷംല ലതഹ്തരിഖു അലൈഹിൽ ആന ഫിന്നാർ വല്ലഹാ മിനൽ മുസ്ലിമീന യൗമ ഖൈബർ. ഖൈബറിന്റെ സമയത്ത് ഗനീമത്ത് ഓഹരി വെക്കുമ്പോൾ അയാൾക്ക് ഓഹരിയിൽ കൊടുക്കാത്ത ഒരു പുതപ്പിന്റെ കഷ്ണം, ഒരു തുണിക്കഷ്ണം അയാൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അയാൾക്ക് ഞാൻ ഗനീമത്തിൽ ഓതി വെച്ചതല്ല, അയാൾ എടുത്തു. നരകത്തിൽ ഇങ്ങനെ കത്തിക്കരിക്കപ്പെടുകയാണ്. ആ സമയത്ത് അൻസാരികളിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ് അസബ്തു യൗമഇദിൻ ശിറാക്കൈൻ. നബിയേ, അന്ന് അഥവാ ചെരുപ്പിൻ്റെ വാറ് അല്ലെങ്കിൽ കൊള്ളിക്കഷ്ണങ്ങൾ എന്തും ഇതൊക്കെ എനിക്ക് ഓഹരി വെക്കും, ഞാൻ അവിടെ നിന്നൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു അറാക്കിൻ്റെ കൊള്ളിക്കഷ്ണമാണ് നിങ്ങൾക്ക് അല്ലേ, നമുക്ക് അർഹതപ്പെടാത്തത്, നമ്മുടെ കമ്പനിയിൽ നിന്ന് നമ്മുടെ ഓഫീസിൽ നിന്നൊക്കെ അർഹതപ്പെടാത്തത് ഒരു പേപ്പർ കഷ്ണം മാറ്റി വെച്ച് എന്ന് കൂട്ടിക്കോ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നീ എടുത്തോ എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. അവരെ വെട്ടിച്ചിട്ട് 10 റിയാൽ കൊടുത്താൽ കിട്ടുന്നതൊക്കെ ആയിരിക്കും. നിങ്ങൾ നോക്കൂ, നമ്മൾ കുടിക്കുന്ന വെള്ളം ഒരു 50 ഹലാലൊക്കെ ഉള്ളൂ. ഇതും നീ അർഹതപ്പെടാതെയാണ് നീ എടുത്തതെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് നരകമായിരിക്കും. അവിടെ ഒന്നും ആരും ഇസ്ലാം നോക്കുന്നില്ല, അത് ശീലിച്ചു പോയിട്ടുണ്ടാകും. അലി റളിയല്ലാഹു പറഞ്ഞില്ലേ, ഒരിക്കൽ അദ്ദേഹം മദീനത്തെ പള്ളിയിലേക്ക് കയറുമ്പോൾ പിന്നെ ഒരാളുടെ ഒട്ടക ഏൽപ്പിച്ചു, പിന്നെ ഇതൊന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. നിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ കയറെടുത്ത ആൾ പോയിട്ടുണ്ട്. അലി റളിയല്ലാഹു അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാൻ വിചാരിച്ചിരുന്നു. കാരണം നിസ്കരിക്കുന്ന സമയത്ത് ഇത് നോക്കിയതല്ലേ, അപ്പോൾ ഒരു കുറച്ച് 3-4 കുറച്ച് പൈസ കൊടുക്കാൻ വിചാരിച്ചു. ഈ ചങ്ങാതി ഈ കയറെടുത്തിട്ട് അപ്പുറം പോയിട്ട് അത് വിറ്റു, ഇച്ചിരി പൈസ നാണയത്തൊട്ടിന് വേണ്ടിയിട്ട്. അലി റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാൻ ശരിക്കും എനിക്ക് കൊടുക്കാൻ വിചാരിച്ചത് അതിനേക്കാൾ നല്ല അധികം പൈസയായിരുന്നു, അത് കൂലി കിട്ടുന്നൊരു കാര്യമായിരുന്നു. പക്ഷെ ഓൻ്റെ തിരക്ക് കൊണ്ട് എന്ത് ചെയ്തു, ഓൻ്റെ തിരക്ക് ഓനെ ഹറാമിന് പ്രേരിപ്പിച്ചു. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയാ, ഇന്നലെ നാട്ടിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ, ഇന്നെ പണക്കാരനാകണം, ഇന്നെ കാശുകാരനാകണം അല്ലേ, എന്നിട്ട് എല്ലാ ഹറാമുകളും ചെയ്യും. ഈ 2 ആഴ്ചകളിൽ ഖോബറിലെ നിയാബയുമായി ബന്ധപ്പെട്ടും ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടും ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കുറേ ആളുകൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത മില്യൺ കണക്കിന് ഫൈനുകൾ വന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതൊന്നും ഇയാൾ തിന്നതൊന്നല്ല, നിയമത്തെ വെട്ടിച്ച് പെട്ടെന്ന് കാശുകാരനാകാൻ വേണ്ടി നോക്കിയതാണ് അല്ലേ.
എല്ലാവർക്കും അതാ വേണ്ടത്, ഫേമസ് ആകുക, കാശുകാരനാകുക. എന്നിട്ടോ അവസാനം കുടുംബം ഉണ്ടാകും, ഭാര്യ മക്കളൊക്കെ ഉണ്ടായിട്ടും പ്രിയപ്പെട്ടവരെ ഇത്തരം തെറ്റുകളിലേക്ക് എത്തുക. കച്ചവടം ചെയ്യുമ്പോൾ അളന്നും തൂക്കത്തിലും കൊടുക്കുന്ന സമയത്ത് അല്ലേ, മറ്റുള്ളവൻ്റെ ഹക്ക് നമ്മളിലേക്ക് എത്തരുത്. നമ്മുടെ തൊഴിലാളിൻ്റെ ഹക്ക് നമ്മൾ തിന്നരുത്, നമ്മുടെ മുതലാളിയുടെ ഹക്ക് നമ്മൾ തിന്നരുത് അല്ലേ. കച്ചവടം ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാർക്കറ്റിലൂടെ പോകുമ്പോൾ ഫുഡ് വെക്കുന്ന ആളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ടപ്പോൾ നനഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഇതെന്താ പിന്നെ മാഹാദയ സ്വാഹിബത്താം, ഇതെന്താ ചങ്ങാതി കൈ ഇങ്ങനെ നനയുന്നുണ്ടല്ലോ. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, നബിയെ അസ്വാബത്തു ബലലും മിനസ്സമാ, അത് മഴ നനഞ്ഞപ്പോൾ ഉണ്ടായതാണ്. മഴ നനഞ്ഞത് വേറൊന്നുമല്ല. അപ്പോൾ അള്ളാഹു റസൂൽ ചോദിച്ചെന്താണെന്നറിയോ, അഫല ജഅൽതഹു ഫൗഖത്താം, എന്നാൽ എനിക്കിത് ഏറ്റവും മുകളിൽ വെച്ചൂടെ, നീ നിന്നെ കാണാത്ത ഉള്ളിൽ വെച്ചത്. എന്നിട്ട് അവിടെ ഒരു തത്വം പഠിപ്പിച്ചു, മൻ അശ ഫലൈസ മിന്ന, കള്ളത്തരം ചതി നടത്തിയോ നമ്മ പെട്ടവനല്ല. എല്ലാ വിഷയത്തിലും ശ്രദ്ധിച്ചു. ഏത് കമ്പനി നടത്താണെങ്കിലും ഏത് ഷോപ്പ് നടത്താണെങ്കിലും, ഇനി ഷോപ്പൊന്നും വേണ്ട കച്ചവടത്തിന്. ഇന്ന് കച്ചവടത്തിന് ആർക്കും ഷോപ്പൊന്നും ആവശ്യം തന്നെ ഇല്ല, ഗോഡൗൺ ആവശ്യമില്ല. എല്ലാം നിനക്ക് സാധനം വേണോ, ഇയാൾ ഓർഡർ ചെയ്യുന്നു, നിനക്ക് എത്തിക്കുന്നു, കാശ് ഇവരിക്കെത്തുന്നു അല്ലേ, ഒന്നും വേണ്ട. പക്ഷെ ചതി ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ആ ചതി ഉണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ കച്ചവടത്തിലേക്ക് ചതി കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ, ഇടപാടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, നമ്മൾ വേറെ ഒരാളതിലേക്ക് പറ്റിക്കുകയാണെങ്കിൽ, ഞാൻ എന്തായാലും പൊട്ട് വേറെ ആളെ പറ്റിക്കട്ടെ, ഈ രീതിയിലാണെങ്കിൽ നമ്മളെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന അല്ലേ, നമ്മുടെ കമ്പനിയിലും നമ്മുടെ ഷോപ്പിലും എവിടെയാകട്ടെ വരുന്ന ആളുകൾ അളന്നു കൊടുക്കുമ്പോൾ, തൂക്കിക്കൊടുക്കുമ്പോൾ എപ്പോഴാകട്ടെ ഇങ്ങോട്ടേക്ക് കൂടുതലും അങ്ങോട്ടേക്ക് കുറച്ചും ഇങ്ങനെ ചതികൾ ഡിമാൻഡ് വരുമ്പോൾ പൂഴ്ത്തി വെച്ചിട്ട് അല്ലെ ആളുകളെ പിഴിയുന്നത് ഏത് നിലയിലാണെങ്കിലും മനോഷ ഫലൈസ മിന്ന, ചതി കാണിച്ചോ നമ്മ പെട്ടവനല്ല. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ദീൻ ആർക്കും ഇല്ല, എല്ലാ ഹാജിയമാർക്കും, എല്ലാ പ്രവാസികൾ, പ്രത്യേകിച്ച് പ്രവാസികൾ. ആ പ്രവാസികൾക്ക് വരുന്ന വലിയൊരു തെറ്റാ നാട്ടിൽ പോയിട്ട് ഇതേപോലെ ഇൻവെസ്റ്റ് ചെയ്യും. ഇന്നലെ വിശദമായിട്ടത് പറഞ്ഞതാ അല്ലേ. 5 ലക്ഷം കൊടുക്കും, 10 ലക്ഷം കൊടുക്കും, എന്നിട്ട് മാസാമാസം ഇത്ര പൈസ എനിക്ക് കിട്ടണമെന്ന് പറയും. 2 കൊല്ലം കഴിയുമ്പോൾ ആ മുതലും വാങ്ങിപ്പോകും. ഒരാൾക്ക് വായ്പ കൊടുക്കുന്നത് പോലെ കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മാസാമാസം പലിശ പറ്റുന്ന പോലെ പറ്റിയാണ്. എന്ത് ലാഭം? ഇസ്ലാം പറഞ്ഞ പലിശ എന്ന് പറയുന്നത് അത് തന്നെയാണ്. കച്ചവടത്തിൽ ചേരുകയാണെങ്കിൽ എന്തത് ഓൺലൈനാകട്ടെ ഓഫ്ലൈൻ എന്തുമാകട്ടെ, നഷ്ടം വരുമ്പോൾ ഞാൻ സഹിക്കാൻ തയ്യാറാണ്, ലാഭം വരുമ്പോൾ ഞാൻ സഹിക്കാൻ തയ്യാറാണ് എന്ന രീതിയിൽ ആ ഒരു മെൻറ്റാലിറ്റി ആകുമ്പോഴാണ് നമ്മൾക്കത് ഹൈറ. നഷ്ടം വരുന്ന ഉറപ്പൊന്നല്ല കേട്ടോ, എല്ലാം നഷ്ടമാക്കുകയും വേണ്ട. ഇത് രണ്ടും എനിക്കുണ്ടാകും എന്നൊരു ബോധം പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകണം. നമ്മൾ ആരെയും പ്രിയപ്പെട്ടവരെ ആ നിലയ്ക്ക് പറ്റിക്കരുത്. ഇതേപോലെ ദീന് അയൽവാസികളുമായും കുടുംബപരമായും ഒക്കെ ഉണ്ടാകണം. എത്രത്തോളം ഒരു സഹാബി ഒരു ആടിനറുത്തപ്പോൾ തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, നീ ഈ ആടിൻ്റെ ഇറച്ചി വിതരണം തുടങ്ങേണ്ടത് ആ ജൂതൻ്റെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, ആ ഭൃത്യൻ ചോദിക്കുകയാണ്, നിങ്ങൾ സ്വതക്ക കൊടുക്കാൻ വെച്ച ഈ ആടിൻ്റെ ഇറച്ചി ഞാൻ കൊടുക്കേണ്ടത് യഹൂദി ജൂതൻ്റെ വീട്ടിൽ, ജൂതനോട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സഹാബി പറയുന്നുണ്ട്, നിനക്കറിയോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് കേട്ടത്? ജിബ്രീൽ അയൽവാസിയോടുള്ള ബാധ്യതയെക്കുറിച്ച് എന്നോട് വസിയ്യത്ത് തന്നത് ഞാൻ വിചാരിച്ചു പോയി. ഹത്താ വനൻതു അന്നഹു സയുവരിസു, മരിച്ച സ്വത്തോഹരി വെക്കുമ്പോൾ അയൽവക്കക്കാരൻ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവനാണെങ്കിലും ഓനിക്കും കൊടുക്കണം എന്നതുവരെ ഞാൻ വിചാരിച്ചു പോയി. അത്ര ബന്ധമുണ്ട് അയൽക്കാരുമായിട്ട്, കടമയുണ്ട്. നമ്മൾ തിരിഞ്ഞു നോക്കണില്ല അല്ലേ, ആർക്കും അതില്ല. കുടുംബം അല്ലേ, ഒരു സംഘം ഒരു കൊല്ലത്തിലുണ്ടാകും, അതാണ് ഓൻ്റെ കുടുംബത്തിൻ്റെ വിജയം. ഓൻ്റെ കുടുംബം നോക്കൽ എങ്ങനെയാ? സംസാരവും പെരുമാറ്റവും ഒന്നുമില്ല. അതല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖം പറഞ്ഞെടുത്ത് വീണ്ടും അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദീന് ഈ സെൻറ്ററിൻ്റെ ഉള്ളിലോ പള്ളിയിലോ മതസമ്മേളനത്തിലോ അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളിലോ അവിടെയൊക്കെ നീ ഭയങ്കര ദീന, ആയത്ത് പറയുന്നു, ഹദീസ് പറയുന്നു, സ്വഹാബത്തിൻ്റെ ചരിത്രം പറയുന്നു, ഒക്കെ പറയുന്നു. നിൻ്റെ ഓഫീസിൽ നിനക്കതില്ല, പാർക്കിലും കോണിഷിലും ബീച്ചിലും നിനക്ക് ദീനില്ല, ഗീബത്തും നമീമത്തും പറയുമ്പോൾ നിനക്ക് ദീനില്ല. എത്ര നിസ്കരിച്ചിട്ടെന്താ? നീ എത്ര പച്ചറിഞ്ഞ് തിന്നുന്നുണ്ട്, എത്ര ബന്ധങ്ങളെ നീ തെറ്റിച്ചു അപ്പുറം ഇപ്പുറം പറഞ്ഞു കൊടുത്തിട്ട് അല്ലേ. നമീമത്തൊക്കെ പറഞ്ഞ ബന്ധങ്ങൾ തെറ്റിക്കുന്നവൻ ഈ ഭൂമിപ്പുറത്തെ ഷിറാറുൽ ഖൽഖി ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും വൃത്തികെട്ട സൃഷ്ടിപ്പാരാന്നറിയോ? രണ്ടാളെ തമ്മിൽ തെറ്റിക്കുന്ന ആളുകളാണ്. രണ്ടാളെ തമ്മിൽ തെറ്റിക്കുക. നമ്മൾ എത്ര ആളുകൾ നമ്മുടെ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്നത് ബന്ധങ്ങൾ തെറ്റുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും എല്ലാ സ്ഥലത്തും ദീനുണ്ടാകണം. ഇത്തഖില്ല, നീ അള്ളാഹിനെ സൂക്ഷിച്ചോ.
ഹൈതുമാക്കും, നീ എവിടെയാണെങ്കിലും പടച്ചോൻ നിൻ്റെ കൂടെയുണ്ട്. അതാ നല്ലവർ. സ്വഭാവമില്ലാത്ത അമല് കൊണ്ടാലും സ്വർഗത്ത് പോകുന്നാലും വിചാരിക്കേണ്ടതില്ല. എല്ലാ സ്ഥലങ്ങളിലും വ്യക്തിപരമായി, രഹസ്യത്തിൽ, പരസ്യത്തിൽ, കുടുംബത്തിൽ, അല്ലേ, അയൽപക്കത്ത്, ജോലിസ്ഥലത്ത്, കൂടെയുള്ള റൂമിൽ, യാത്രകളിൽ, എല്ലാ സ്ഥലത്തും നിനക്ക് ദീനുണ്ടാകണം. അല്ലാഹു തആല ആ നിരക്ക് ജീവിച്ചു മരിക്കുന്ന സ്വാലിഹ്യങ്ങളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഗഫൂറുർ റഹീമായ നാഥൻ പൊറുക്കുമാറാകട്ടെ. കടബാധ്യതകളിൽ നിന്ന്, സാമ്പത്തിക ശാരീരിക പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.